കേരള യൂണിവേഴ്സിറ്റി ബികോം കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികളുടെ 4th സെമസ്റ്റർ സോഫ്റ്റ്വെയർ ഫോർ ഡേറ്റ മാനേജ്മെന്റ് എന്ന പേപ്പറിൽ നിന്നും ചോദിച്ചിട്ടുള്ള പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസും അവയുടെ ഉത്തരങ്ങളും അവയുടെ അനുബന്ധ എക്സ്പ്ലനേഷനുമാണ് ഇന്ന് ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. ഈ ഒരു ഡിസ്കഷന്റെ പാർട്ട് 4ൽ ഇന്ന് 8 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. കേരള യൂണിവേഴ്സിറ്റി ബികോം കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികളുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പേപ്പറാണ് സോഫ്റ്റ്വെയർ ഫോർ ഡേറ്റ മാനേജ്മെന്റ്. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് സ്പ്ലിറ്റ് ഫോം ഇൻ ആക്സസ്? 2 മാർക്കിന് ചോദ്യം. എ സ്പ്ലിറ്റ് ഫോം ഈസ് എ ഫോം വിച്ച് ഡിസ്പ്ലേ ഡേറ്റ ഇൻ 2 വ്യൂ. 2 വ്യത്യസ്തമായ വ്യൂവിൽ ഡേറ്റയെ ഡിസ്പ്ലേ ചെയ്യുന്ന ഫോമുകളെയാണ് സ്പ്ലിറ്റ് ഫോമുകൾ എന്നറിയപ്പെടുന്നത്. ഫോം വ്യൂ എന്ന് പറയുന്ന വ്യൂവും ഡേറ്റ ഷീറ്റ് വ്യൂ എന്ന് പറയുന്ന വ്യത്യസ്തമായ വ്യൂ, അങ്ങനെ 2 വ്യൂ ആണ് ഡേറ്റയെ കുറിച്ചുള്ള ഒരു സ്പ്ലിറ്റ് ഫോമിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഒന്നാമത്തെ വ്യൂവിനെയാണ് ഫോം വ്യൂ എന്നറിയപ്പെടുന്നത്. രണ്ടാമത്തെ വ്യൂ ആണ് ഡേറ്റ ഷീറ്റ് വ്യൂ. എ സ്പ്ലിറ്റ് ഫോം ഈസ് എ ഫോം വിച്ച് ഡിസ്പ്ലേ സെയിം ഡേറ്റ ഇൻ 2 ഡിഫറെന്റ് വ്യൂ. ഒരു ഡേറ്റയെ തന്നെ 2 വ്യത്യസ്തമായ വ്യൂവിൽ ഡിസ്പ്ലേ ചെയ്യുന്ന ഫോമിനെയാണ് സ്പ്ലിറ്റ് ഫോം എന്നറിയപ്പെടുന്നത്. MS Access 2007ലാണ് ഈ ഒരു പുതിയ ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 2 വ്യത്യസ്തമായ വ്യൂ ആണ് ഇത്തരം സ്പ്ലിറ്റ് ഫോം ഉപയോഗിച്ച് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഒന്നാമത്തെ വ്യൂവിനെയാണ് ഫോം വ്യൂ എന്നും രണ്ടാമത്തെ വ്യൂ ആണ് ഡേറ്റ ഷീറ്റ് വ്യൂ എന്നും പറയുന്നു. The 2 views are connected to the same data source and synchronized with each other. ഈ 2 വ്യൂവും ഒരു ഡേറ്റ സോഴ്സിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ആ 2 വ്യൂവിനെയും സിങ്ക്രണൈസ് ചെയ്തിരിക്കുന്നു. അതായത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയാലും ആ വ്യൂവിൽ ചേഞ്ച് വരുന്നു. അതുകൊണ്ടാണ് സിങ്ക്രണൈസ് ചെയ്യുന്നത് പറഞ്ഞത്. ഇപ്പോൾ ഒരു ഡേറ്റയുടെ 2 വ്യത്യസ്തമായ വ്യൂ പ്രൊവൈഡ് ചെയ്യുന്ന ഫോമിനെയാണ് സ്പ്ലിറ്റ് ഫോം എന്നറിയപ്പെടുന്നത്. MS Access 2007ലാണ് സ്പ്ലിറ്റ് ഫോം എന്ന പുതിയ ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിൽ ഒന്നാമത്തെ വ്യൂ ആണ് ഫോം വ്യൂ എന്നറിയപ്പെടുന്നത്. രണ്ടാമത്തെ വ്യൂ ആണ് ഡേറ്റ ഷീറ്റ് വ്യൂ. ഇവിടെ തന്നേക്കുന്ന എക്സാമ്പിൾ ഏറ്റവും ടോപ്പ് പോർഷനിലുള്ള വ്യൂ ആണ് ഫോം വ്യൂ, ഏറ്റവും ബോട്ടം പോർഷനകത്തുള്ള വ്യൂ ആണ് ഡേറ്റ ഷീറ്റ് വ്യൂ. അങ്ങനെ ഒരു സ്പ്ലിറ്റ് ഫോം ഒരു ഡേറ്റയുടെ 2 വ്യത്യസ്തമായ വ്യൂ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് ഫോം വ്യൂ എന്നും 2 ഡേറ്റ ഷീറ്റ് വ്യൂ എന്നും അറിയപ്പെടുന്നു. MS Access എന്ന ഡേറ്റാ ബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയൊരു ഫീച്ചറാണ് സ്പ്ലിറ്റ് ഫോം എന്ന വ്യൂ. നമുക്കറിയാവുന്നതാണ് MS Access എന്ന് പറയുന്നത് ഒരു ഡേറ്റാ ബേസ് മാനേജ്മെന്റ് സിസ്റ്റമാണ്. കളക്ഷൻ ഓഫ് ഡേറ്റയാണ് ഡേറ്റാബേസ് എന്നറിയപ്പെടുന്നത്. ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനും ആക്സസ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെയാണ് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ DBMS എന്നറിയപ്പെടുന്നത്. അങ്ങനെ ഒരു സ്പ്ലിറ്റ് ഫോം എന്ന ഫോം 2 വ്യത്യസ്ത വ്യൂ പ്രൊവൈഡ് ചെയ്യുന്നു. ഒന്ന് ഫോം വ്യൂ എന്നും അല്ലെങ്കിൽ സ്റ്റാക്ക്ഡ് ഫീൽഡ് വ്യൂ എന്നും അറിയപ്പെടുന്നു. 2 ഡേറ്റ ഷീറ്റ് വ്യൂ എന്നും അറിയപ്പെടുന്നു. അങ്ങനെ ഒരു ഡേറ്റയുടെ 2 വ്യത്യസ്തമായ വ്യൂ പ്രൊവൈഡ് ചെയ്യുന്ന ഫോമുകളെയാണ് സ്പ്ലിറ്റ് ഫോം എന്നറിയപ്പെടുന്നത്. സ്പ്ലിറ്റ് ഫോം എന്ന് പറയുന്നത് MS Access 2007 മുതലുള്ള എഡിഷനിലാണ് ഈ ഒരു പുതിയ ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനും ഡേറ്റാബേസ് ആക്സസ് ചെയ്യാനും ഡേറ്റാബേസിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്നറിയപ്പെടുന്ന DBMS. മൈക്രോസോഫ്റ്റ് ഓഫീസിന്റെ കമ്പോണന്റ് ആയിട്ട് വരുന്ന ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റമാണ് MS Access എന്ന മൈക്രോസോഫ്റ്റ് ആക്സസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. അങ്ങനെ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ഉപയോഗിച്ചാണ് ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത്, ആക്സസ് ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത്, മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തെ ഇങ്ങനെ പറയാൻ പറ്റും: എ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ഈസ് എ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ്, ആക്സസിങ്, മെയിൻറ്റെയിനിങ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് എ ഡേറ്റാബേസ്. ഒരു ഡേറ്റാബേസിനെ ക്രിയേറ്റ് ചെയ്യാനും ആക്സസ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെയാണ്
ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ DBMS എന്നറിയപ്പെടുന്നത്. മൈക്രോസോഫ്റ്റ് ഓഫീസിന്റെ കൂടെ വരുന്ന ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റമാണ് മൈക്രോസോഫ്റ്റ് ആക്സസ് എന്ന ഡേറ്റാബേസ്. അങ്ങനെ ഒരു ഡേറ്റയുടെ രണ്ട് വ്യത്യസ്തമായ വ്യൂ പ്രൊവൈഡ് ചെയ്യുന്ന ഫോമുകളെയാണ് സ്പ്ലിറ്റ് ഫോം എന്നറിയപ്പെടുന്നത്. ഫോം പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്ന ഡേറ്റ എൻട്രി അല്ലെങ്കിൽ റിസൾട്ടുകൾ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇന്റർഫേസ് ആണ് ഫോം എന്ന് പറയുന്നത്. മൈക്രോസോഫ്റ്റ് ആക്സസിൽ ഒരു ഡേറ്റ ഒബ്ജക്റ്റ് ആണ് ഫോം എന്നറിയപ്പെടുന്നത്. ഇനി രണ്ടാം ചോദ്യം, വിച്ച് ഫംഗ്ഷൻ കീ ഈസ് യൂസ്ഡ് ടു എഡിറ്റ് ഡേറ്റ ഇൻ എക്സൽ? എക്സലിൽ ഡേറ്റ എഡിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ കീ ആണ് F2 എന്ന ഫംഗ്ഷൻ കീ. കീബോർഡിൽ F1 മുതൽ F10 വരെയുള്ള കീയാണ് ഫംഗ്ഷൻ കീ എന്നറിയപ്പെടുന്നത്. അതിൽ എക്സലിൽ ഡേറ്റ എഡിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ കീ ആണ് F2 എന്ന ഫംഗ്ഷൻ കീ. ഇനി മൂന്നാം ചോദ്യം, വാട്ട് ഈസ് പ്രൈമറി കീ? 1 മാർക്കിന്റെ ചോദ്യം. എ പ്രൈമറി കീ ഈസ് യൂസ്ഡ് ടു യൂണീക്കലി ഐഡന്റിഫൈ ഈച്ച് റോ ഓർ റെക്കോർഡ് ഇൻ എ ടേബിൾ. ഒരു ടേബിളിലെ ഓരോ റോയെയും അല്ലെങ്കിൽ റെക്കോർഡിനെയും യുണീക്ക് ആയിട്ട് തിരിച്ചറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കീ ആണ് പ്രൈമറി കീ എന്ന് പറയുന്നത്. ഒരു കീ എന്ന് പറയുന്നത് എ കീ ഈസ് എ കോളം ഓർ ഗ്രൂപ്പ് ഓഫ് കോളംസ്. ഒരു ടേബിളിലെ കോളത്തെ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് കോളത്തെയാണ് കീ എന്നറിയപ്പെടുന്നത്. ഒരു ടേബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കീ ആണ് പ്രൈമറി കീ. പ്രൈമറി കീ ആയിട്ട് സെലക്ട് ചെയ്യുന്ന കോളത്തിന് രണ്ട് പ്രത്യേകതയുണ്ട്, നോട്ട് നള്ളും യുണീക്കും ആയിരിക്കും. ഇനി നാലാം ചോദ്യം, വാട്ട് ഈസ് പാരാമീറ്റർ ക്വറി? 2 മാർക്കിന്റെ ചോദ്യം. എ പാരാമീറ്റർ ക്വറി ഈസ് എ ക്വറി ദാറ്റ് പ്രോംപ്റ്റ് ദ യൂസർ ഫോർ ഇൻപുട്ട്. യൂസറിന് എന്തെങ്കിലും ഇൻപുട്ട് പ്രോംപ്റ്റ് ചെയ്യുന്ന ക്വറിയാണ് പാരാമീറ്റർ ക്വറി എന്ന് പറയുന്നത്. എ ക്വറി ഈസ് എ കമാൻഡ് ഗിവൺ ടു എ ഡേറ്റാബേസ്. ഒരു ഡേറ്റാബേസിലോട്ട് അപ്ലൈ ചെയ്യുന്ന കമാൻഡിനെ ക്വറി എന്ന് പറയുന്നത്. പാരാമീറ്റർ ക്വറിയുടെ പ്രധാന യൂസ് എന്ന് പറയുന്നത് എ പാരാമീറ്റർ ക്വറി റെഡ്യൂസസ് ദ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ഇൻ ഡേറ്റാബേസ്. ഡേറ്റാബേസിലെ ഒബ്ജക്ട്സിന്റെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയാണ് പാരാമീറ്റർ ക്വറി എന്ന ക്വറി യൂസ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞു, എ ക്വറി ഈസ് എ കമാൻഡ് ഗിവൺ ടു എ ഡേറ്റാബേസ്. ഒരു ഡേറ്റാബേസിലോട്ട് അപ്ലൈ ചെയ്യുന്ന കമാൻഡുകളെയാണ് ക്വറി എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ യൂസറിന് ഏതെങ്കിലും ഒരു ഇൻപുട്ട് പ്രോംപ്റ്റ് ചെയ്യുന്നു, അത്തരം ഇൻപുട്ട് പ്രോംപ്റ്റ് ചെയ്യുന്ന ക്വറിയാണ് പാരാമീറ്റർ ക്വറി എന്നറിയപ്പെടുന്നത്. ഇനി 5-ാം ചോദ്യം, വാട്ട് ഈസ് ഔട്ട്പുട്ട് വ്യൂവർ ഇൻ SPSS? 1 മാർക്കിന് ചോദ്യം. ദ ഔട്ട്പുട്ട് വ്യൂവർ ഈസ് used to display the result of statistical procedure. SPSS-ൽ ഏതെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രൊസീജിയറിന്റെ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന വിൻഡോ, അത്തരം വിൻഡോയാണ് ഔട്ട്പുട്ട് വ്യൂവർ എന്നറിയപ്പെടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, SPSS എന്ന് പറയുന്നത് ഒരു വിൻഡോസ് ബേസ്ഡ് പ്രോഗ്രാമാണ്. ഡേറ്റ എൻട്രി, ഡേറ്റ അനാലിസിസ് പോലുള്ള പ്രക്രിയയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന വിൻഡോസ് ബേസ്ഡ് പ്രോഗ്രാമാണ് SPSS എന്ന പാക്കേജ്. അങ്ങനെ SPSS-ൽ റിസൾട്ടുകൾ ഡിസ്പ്ലേ ചെയ്യുന്ന വിൻഡോയാണ് ഔട്ട്പുട്ട് വ്യൂവർ എന്നറിയപ്പെടുന്നത്. ദ ഔട്ട്പുട്ട് വ്യൂവർ ഇൻ SPSS ഡിസ്പ്ലേസ് ദ റിസൾട്ട് ഓഫ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രൊസീജിയർ. ഏതെങ്കിലും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രൊസീജിയറിന്റെ റിസൾട്ടുകൾ ഡിസ്പ്ലേ ചെയ്യുന്ന വിൻഡോയാണ് ഔട്ട്പുട്ട് വ്യൂവർ എന്നറിയപ്പെടുന്നത്. ഇനി 6-ാം ചോദ്യം, വാട്ട് ആർ ദ എലമെന്റ്സ് ഓഫ് എ ഡേറ്റാബേസ്? 1 മാർക്കിന്റെ ചോദ്യം. ദ എലമെന്റ്സ് ഓഫ് എ ഡേറ്റാബേസ് ആർ ടേബിൾ, റെക്കോർഡ് ആൻഡ് ഫീൽഡ്. ടേബിൾ, റെക്കോർഡ്, ഫീൽഡ്, ഇത് 3-നെയുമാണ് ഒരു ഡേറ്റാബേസിലെ എലമെന്റുകൾ എന്നറിയപ്പെടുന്നത്. ഒരു ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഡേറ്റയാണ് ഡേറ്റാബേസ് എന്നറിയപ്പെടുന്നത്. അങ്ങനെ ഒരു ഡേറ്റാബേസിലെ 3 കമ്പോണന്റുകളെയാണ് ഡേറ്റാബേസിലെ എലമെന്റ് എന്നറിയപ്പെടുന്നത്. അതിൽ ടേബിൾ ഉൾപ്പെടുന്നു, ഫീൽഡ് ഉൾപ്പെടുന്നു, റെക്കോർഡ് ഉൾപ്പെടുന്നു. ടേബിളിലെ തന്നെ റിലേഷൻ എന്നറിയപ്പെടുന്നു. ഒരു ടേബിളിനകത്ത് റോയും ഉണ്ട്, കോളവും ഉണ്ട്. ഒരു ടേബിളിലെ റോയെ റെക്കോർഡ് എന്നറിയപ്പെടുന്നു. ഒരു ടേബിളിലെ കോളത്തെ ഫീൽഡ് എന്ന് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട് എന്നറിയപ്പെടുന്നു. നമ്പർ ഓഫ് കോളംസ് ഇൻ എ ടേബിൾ ഈസ് കോൾഡ് ഡിഗ്രി. ഒരു ടേബിളിലെ കോളത്തിന്റെ എണ്ണത്തെയാണ് ഡിഗ്രി എന്നറിയപ്പെടുന്നത്. ദ നമ്പർ ഓഫ് റോസ് ഇൻ എ ടേബിൾ ഈസ് കോൾഡ് കാർഡിനാലിറ്റി. ഒരു ടേബിളിലെ റോയുടെ എണ്ണത്തെയാണ് കാർഡിനാലിറ്റി എന്നറിയപ്പെടുന്നത്. നേരത്തെ പറയുകയുണ്ടായി, ഡേറ്റാബേസ് മീൻസ് കളക്ഷൻ ഓഫ് ഡേറ്റ ഈസ് കോൾഡ് ഡേറ്റാബേസ്. അങ്ങനെ ഒരു ഡേറ്റാബേസിൽ 3 കമ്പോണന്റ് ആണുള്ളത്, ടേബിള്, റെക്കോർഡ്, ഫീൽഡ്. ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സ്റ്റോർഡ് ഡേറ്റ ഈസ് കോൾഡ് ഫീൽഡ്. ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് ഫീൽഡ്. ഫീൽഡിന് തന്നെ കോളം എന്നറിയപ്പെടുന്നു. ടേബിളിലെ റോയാണ് റെക്കോർഡ് എന്നറിയപ്പെടുന്നത്. ടേബിളിൽ തന്നെ റിലേഷൻ എന്നറിയപ്പെടുന്നു. ഒരു റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിനകത്ത് എപ്പോഴും ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് റിലേഷൻ അല്ലെങ്കിൽ ടേബിൾ രൂപത്തിലാണ്. ഒരു ടേബിളിനകത്ത് റോയും ഉണ്ട്, കോളവും ഉണ്ട്. ടേബിളിലെ റോയെ തന്നെ റെക്കോർഡ് എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ ടൂപ്പിൾ എന്നറിയപ്പെടുന്നു.
ദ കോളം ഇൻ എ ടേബിൾ ഈസ് കോൾഡ് ഫീൽഡ് ഓർ ആട്രിബ്യൂട്ട് എന്നറിയപ്പെടുന്നു. നമ്പർ ഓഫ് കോളംസ് ഇൻ എ ടേബിൾ ആണ് ഡിഗ്രി എന്നറിയപ്പെടുന്നത്. നമ്പർ ഓഫ് റോസ് ഇൻ എ ടേബിൾ ഈസ് കോൾഡ് കാർഡിനാലിറ്റി. എ കോളം ഓർ ഗ്രൂപ്പ് ഓഫ് കോളംസ് യൂസ്ഡ് ടു യുണീക്കലി ഐഡന്റിഫൈ ഈച്ച് റോ ഇൻ എ ടേബിൾ ഈസ് കോൾഡ് പ്രൈമറി കീ. പ്രൈമറി കീ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കീ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കോളത്തെയാണ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് കോളത്തെയാണ് നമ്മൾ കീ എന്നറിയപ്പെടുന്നത്. ഇനി 7ാം ചോദ്യം, വാട്ട് ഈസ് പിവോട്ട് ടേബിൾ? 2 മാർക്കിന്റെ ചോദ്യം. എ പിവോട്ട് ടേബിൾ ഈസ് എ ടൂൾ ദാറ്റ് അലോസ് ടു ഓർഗനൈസ് ആൻഡ് സമ്മറൈസ് ഡേറ്റ ഇൻ എ ടേബിൾ. ഒരു ടേബിളിലെ ഡേറ്റയെ സമ്മറൈസ് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണ് പിവോട്ട് ടേബിൾ എന്ന് പറയുന്നത്. വ്യത്യസ്തമായ രീതിയിൽ ഡേറ്റയെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. എ പിവോട്ട് ടേബിൾ ഡിസ്പ്ലേ ഡേറ്റ ഇൻ എ ഡിഫറെന്റ് വേ. ടേബിളിലെ ഡേറ്റ ഡിഫറെന്റ് ആയ വ്യൂവിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് പിവോട്ട് ടേബിൾ എന്ന ടൂൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു ഓർഗനൈസ് ആൻഡ് സമ്മറൈസ് ഡേറ്റ. ഒരു ടേബിളിലെ ഡേറ്റയെ ഓർഗനൈസ് ചെയ്യാനും സമ്മറൈസ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണ് പിവോട്ട് ടേബിൾ. ഇറ്റ് ഹെൽപ്സ് ടു ഡിസ്പ്ലേ ടേബിൾ ഇൻ എ ഡിഫറെന്റ് വേ. ടേബിള് വ്യത്യസ്തമായ രീതിയിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് പിവോട്ട് ടേബിൾ എന്ന ടേബിൾ യൂസ് ചെയ്യുന്നത്. ഇനി 8ാം ചോദ്യം, എക്സ്പ്ലെയിൻ ഡേറ്റ പ്രോസസ്സിംഗ് സൈക്കിൾ. 4 മാർക്കിന്റെ ചോദ്യം. ഒരു 4 മാർക്കിന്റെ ചോദ്യം വളരെ പരിമിതമായ സമയം കൊണ്ടാണ് പറഞ്ഞു നിർത്തുന്നത്. ഇമ്പോർട്ടന്റ് പോയിന്റ് മാത്രമേ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് ഡേറ്റ പ്രോസസ്സിംഗ് എന്താണെന്ന് നോക്കാം. ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ഡേറ്റ ഇൻടു ഇൻഫർമേഷൻ ഈസ് കോൾഡ് ഡേറ്റ പ്രോസസ്സിംഗ്. ഡേറ്റ ഇൻഫർമേഷനിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രക്രിയയാണ് ഡേറ്റ പ്രോസസ്സിംഗ് എന്നറിയപ്പെടുന്നത്. ഡേറ്റ പ്രോസസ്സിംഗിന് ഇൻപുട്ട് ഡേറ്റയും അതിന്റെ ഔട്ട്പുട്ട് ഇൻഫർമേഷൻ ആണ്. ഇതാണ് നമ്മുടെ ബേസിക് ആയ ഡേറ്റ പ്രോസസ്സിംഗിനെ കുറിച്ചുള്ള നോളജ്. ഡേറ്റ പ്രോസസ്സിംഗ് തന്നെ 2ആയി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. മാനുവൽ ഡേറ്റ പ്രോസസ്സിംഗ് എന്നും ഇലക്ട്രോണിക് ഡേറ്റ പ്രോസസ്സിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് ഡേറ്റ പ്രോസസ്സിംഗ് എന്നും ഡേറ്റ പ്രോസസ്സിംഗ് 2ആയി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ആക്ടിവിറ്റിയിൽ ഇൻപുട്ടായി കൊടുക്കുന്നത് ഡേറ്റയാണ്, ഔട്ട്പുട്ടായി കിട്ടുന്നത് ഇൻഫർമേഷൻ ആണ്. ഇനി ഡേറ്റ പ്രോസസ്സിംഗ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിംഗിൾ സ്റ്റെപ്പ് ഓർ സീരീസ് ഓഫ് സ്റ്റെപ്പ് വിച്ച് കൺവേർട്സ് ഡേറ്റ ഇൻ ഇൻഫർമേഷൻ. ഡേറ്റ ഇൻഫർമേഷനിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സീരീസ് ഓഫ് സ്റ്റെപ്പുകളെ അല്ലെങ്കിൽ സീരീസ് ഓഫ് ആക്ടിവിറ്റിയാണ് ഡേറ്റ പ്രോസസ്സിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. ഡേറ്റ പ്രോസസ്സിംഗ് സൈക്കിളിൽ 6 സ്റ്റെപ്പുകളാണുള്ളത്, 6 ഘട്ടങ്ങളാണുള്ളത്. 1ാമത്തെ സ്റ്റെപ്പിനാണ് കളക്ഷൻ ഓഫ് ഡേറ്റ എന്ന് അറിയപ്പെടുന്നു. 2 പ്രിപ്പറേഷൻ, 3 ഇൻപുട്ട്, 4 പ്രോസസ്സിംഗ്, 5 ഔട്ട്പുട്ട് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ, 6 സ്റ്റോറേജ്. അങ്ങനെ 6 വ്യത്യസ്തമായ ഘട്ടങ്ങളാണ് ഡേറ്റ പ്രോസസ്സിംഗ് നടക്കുന്നത്. നേരത്തെ പറഞ്ഞു, ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ഡേറ്റ ഇൻ ഇൻഫർമേഷൻ ഈസ് കോൾഡ് ഡേറ്റ പ്രോസസ്സിംഗ്. ഡേറ്റ ഇൻഫർമേഷനിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രക്രിയയാണ് ഡേറ്റ പ്രോസസ്സിംഗ്. ഡേറ്റ പ്രോസസ്സിംഗിലെ ഇൻപുട്ട് ഡേറ്റയാണ്, ഔട്ട്പുട്ട് ഇൻഫർമേഷൻ ആണ്. ഡേറ്റ പ്രോസസ്സിംഗ് സൈക്കിൾ ഈസ് എ സീരീസ് ഓഫ് സ്റ്റെപ്സ് വിച്ച് കൺവേർട്സ് ഡേറ്റ ഇൻ ഇൻഫർമേഷൻ. ഡേറ്റ ഇൻഫർമേഷനിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സീരീസ് ഓഫ് സ്റ്റെപ്പുകളെയാണ് ഡേറ്റ പ്രോസസ്സിംഗ് സൈക്കിൾ എന്നറിയപ്പെടുന്നത്. ഡേറ്റ പ്രോസസ്സിംഗ് സൈക്കിളിലെ 6 സ്റ്റേജുകളാണുള്ളത്. ഡേറ്റ പ്രോസസ്സിംഗ് സൈക്കിൾ കൺസിസ്റ്റ് ഓഫ് 6 സ്റ്റെപ്സ് ഓർ 6 സ്റ്റേജസ്. 1ാം സ്റ്റേജാണ് കളക്ഷൻ ഓഫ് ഡേറ്റ. ഡേറ്റയെ സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്നു. 2 ഡേറ്റയെ പ്രിപ്പയർ ചെയ്യുന്നു, അതിനെ റിഫൈൻ ചെയ്യുന്നു. 3 ഡേറ്റ ഏതെങ്കിലും ഇൻപുട്ട് ഡിവൈസ് ഉപയോഗിച്ച് എൻ്റർ ചെയ്യുന്നു, ഇൻപുട്ട് ചെയ്യുന്നു. 4 ഡേറ്റയിൽ മാനിപ്പുലേഷൻ ചെയ്യുന്നു, ഡേറ്റയെ പ്രോസസ് ചെയ്യുന്നു. 5 ഡേറ്റയുടെ പ്രോസസ്സിംഗ് ഫലമായി ഔട്ട്പുട്ട് കിട്ടുന്നു. 6 ആ ഡേറ്റ പ്രോസസ്സിംഗിലെ ഔട്ട്പുട്ടിനെ നമുക്ക് ഫ്യൂച്ചർ പർപ്പസിന് വേണ്ടി ഇൻഫർമേഷനെ സ്റ്റോർ ചെയ്യുന്നു. അങ്ങനെ 6 വ്യത്യസ്തമായ ഘട്ടങ്ങളിൽ നടക്കുന്ന പ്രവർത്തനമാണ് ഡേറ്റ പ്രോസസ്സിംഗ്. നേരത്തെ പറഞ്ഞു, ഡേറ്റ പ്രോസസ്സിംഗ് തന്നെ 2ആയി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഒന്ന് മാനുവൽ ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നു. ഒരു മെഷീൻ ഉപയോഗിക്കാത്ത മനുഷ്യൻ തന്നെ ചെയ്യുന്ന പ്രോസസ്സിംഗ് ആണ് മാനുവൽ ഡേറ്റ പ്രോസസ്സിംഗ്. 2 ഇലക്ട്രോണിക് അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നു. കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യുന്ന ഡേറ്റ പ്രോസസ്സിംഗ് ആണ് കമ്പ്യൂട്ടറൈസ്ഡ് ഡേറ്റ പ്രോസസ്സിംഗ്. ദ ഇൻപുട്ട് ഓഫ് ഡേറ്റ പ്രോസസ്സിംഗ് ഈസ് ഡേറ്റ ആൻഡ് ഔട്ട്പുട്ട് ഈസ് ഇൻഫർമേഷൻ. ഡേറ്റ പ്രോസസ്സിംഗിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഡേറ്റയും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ആണ്. ദ സീരീസ് ഓഫ് സ്റ്റെപ്സ് വിച്ച് കൺവേർട്സ് ഡേറ്റ ഇൻ ഇൻഫർമേഷൻ ഈസ് കോൾഡ് ഡേറ്റ പ്രോസസ്സിംഗ് സൈക്കിൾ. ഡേറ്റയെ ഇൻഫർമേഷനിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സീരീസ് ഓഫ് സ്റ്റെപ്പുകളെയാണ് ഡേറ്റ പ്രോസസ്സിംഗ് സൈക്കിൾ എന്നറിയപ്പെടുന്നത്. ഡേറ്റ പ്രോസസ്സിംഗ് സൈക്കിൾ കൺസിസ്റ്റ് ഓഫ് 6 സ്റ്റേജസ് ഓർ 6 സ്റ്റെപ്സ്. ഒരു ഡേറ്റ പ്രോസസ്സിംഗ് സൈക്കിളിൽ 6 ഘട്ടങ്ങളുണ്ട്, 6 സ്റ്റേജുകളുണ്ട്. 1ാമത്തെ സ്റ്റെപ്പാണ് കളക്ഷൻ ഓഫ് ഡേറ്റ, 2 പ്രിപ്പറേഷൻ, 3 ഇൻപുട്ട്, 4 പ്രോസസ്സിംഗ്, 5 ഔട്ട്പുട്ട് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ, 6 സ്റ്റോറേജ്. അങ്ങനെ 6 വ്യത്യസ്തമായ ഘട്ടങ്ങളിലാണ് ഡേറ്റ പ്രോസസ്സിംഗ് എന്ന
പ്രോസസ്സ് നടക്കുന്നത്. ദ സീരീസ് ഓഫ് സ്റ്റെപ്പ് വിച്ച് കൺവേർട്സ് ഡേറ്റ ഇൻ ഇൻഫർമേഷൻ, ഡേറ്റ ഇൻഫർമേഷനിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സീരീസ് ഓഫ് സ്റ്റെപ്പുകളെയാണ് ഡേറ്റ പ്രോസസിംഗ് സൈക്കിൾ എന്നറിയപ്പെടുന്നത്. എ ഡേറ്റ പ്രോസസിംഗ് സൈക്കിൾ കൺസിസ്റ്റ് ഓഫ് 6 സ്റ്റേജസ്: കളക്ഷൻ ഓഫ് ഡേറ്റ, പ്രിപ്പറേഷൻ, ഇൻപുട്ട്, പ്രോസസിംഗ്, ഔട്ട്പുട്ട്, സ്റ്റോറേജ്. കേരള യൂണിവേഴ്സിറ്റി ബികോം കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികളുടെ 4th സെമസ്റ്റർ സോഫ്റ്റ്വെയർ ഫോർ ഡേറ്റ മാനേജ്മെന്റ് എന്ന പേപ്പറിൽ നിന്നും